ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് നമ്മുടെ ഉണ്ടമുളകും പടവലങ്ങയും ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു കറിയും വറക്കാനുമാണ് പോകുന്നത്. ഉണ്ടമുളക് മേടിച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. എന്നിട്ട് പകുതി ഇങ്ങനെ സ്ലിറ്റാക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മറ്റേ പുളിയും ഉപ്പും തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പടവലങ്ങ സിമ്പിൾ കറിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒരു 2-3 ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇവിടെ പുളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളി പേസ്റ്റ്, പുളിയും ഉപ്പും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ മുളകിനും നമുക്ക് അങ്ങനെ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പടവലങ്ങ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പടവലങ്ങയും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പടവലങ്ങ ആകുമ്പോൾ വേഗം ചെയ്യും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടികളും ചേർത്തൊന്ന് ഇളക്കി കൊടുത്തു. ഇനി പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ കഷ്ണം വേവിച്ച് തുടങ്ങാം. അടച്ചങ്ങോട്ട് വേവിച്ചാൽ മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ പടവലങ്ങ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അരപ്പിന് നാളികേരം, കുറച്ച് ജീരകം, ഒരു വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും വെജിറ്റബിളൊക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് പാകത്തിന് വെള്ളവും ചേർത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് വീണ്ടും അടച്ച് നമുക്കൊരു 4 മിനിറ്റ് അങ്ങോട്ട് തിളപ്പിക്കാം, ആ പച്ചമണയ്ക്ക് പോകുന്നവരെ. മുളക് വറക്കാനായിട്ട് വീണ്ടും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കാനായിട്ട് നാളികേരം, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഉപ്പ്, തൈരും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. തൈരും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി തൈരിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. മുളക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതപ്പം നമുക്ക് മാറ്റിയെടുത്ത് ബാക്കി മുളകും ഇതുപോലെ വറക്കാം. ഇപ്പോൾ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിനും കടുക് താളിക്കാം. ഇഞ്ചി തൈര് മറ്റേ പച്ചമുളകും കടുകും കരിവേപ്പിലയും ഇട്ട് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടാൻ കുറച്ച് ചുവന്ന ഉള്ളിയും ഇട്ട് നന്നായിട്ട് ചുമക്കനെ അങ്ങോട്ട് വറുത്ത് അതും ആഡ് ചെയ്ത് കൊടുത്തു. ഒരു നാടൻ കറിയാണല്ലോ, ഒരു പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചി തൈര് റെഡി, നമ്മുടെ മുളക് വറുത്തത് റെഡി, പടവലങ്ങ കറിയും റെഡി. അപ്പോൾ ഉച്ചയൂണിന് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ കറികൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.